ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മളെ തയ്യാറാക്കുന്നത് നല്ലൊരു ഉഷാർ തക്കാളി കൊണ്ടുള്ള സ്നാക്സ് ആണ്. എന്നാൽ ശരി, നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് തന്നെ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കിതിന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ കടലമാവ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ബജ്ജിയൊക്കെ തയ്യാറാക്കില്ലേ, ആ കടലമാവ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെയാണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഓരോ റെസിപ്പി എത്തിക്കുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. നമ്മുടെ ഈ മാവെല്ലാം ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മാത്രം മുളക് പൊടി ചേർത്താൽ മതിയാവും. മുളക് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചത് കൂടിയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ കായപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ഈ കായത്തിൻ്റെ കട്ട ഉണ്ടല്ലോ, അതൊരല്പം ഇങ്ങനെ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ആ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരുപാടൊന്നും ഇതിന് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. നമ്മൾ സാധാരണ ബജ്ജിക്കെല്ലാം തയ്യാറാക്കി എടുക്കില്ലേ, അതുപോലെയുള്ള ബാറ്റർ അല്ല വേണ്ടത്. കുറച്ചുകൂടി കട്ടിയായിട്ട്, നമ്മൾ സാധാരണ ഇഡ്ഡലിയുടെ മാവൊക്കെ നമ്മൾ കട്ടിയായിട്ട് തയ്യാറാക്കി എടുക്കില്ലേ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം കൂടിപ്പോകാതെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഒരു കാര്യം കൂടി, നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. നമ്മുടെ ബാറ്റർ ഞാനിപ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ തക്കാളിയാണ്. തക്കാളി ഒന്നും കട്ട് ചെയ്യുക ഒന്നും ആവശ്യമൊന്നുമില്ല, അങ്ങനെ മുഴുവനെ തന്നെ നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് പൊരിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്തിരിക്കണം, നല്ല കോട്ടിംഗ് ആയിട്ടിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് നമ്മുടെ ബാറ്റർ നല്ല കട്ടിയായിട്ടുണ്ടാവണമെന്ന്. ഇതുപോലെ നല്ലതുപോലെ കോട്ട് ചെയ്തിരിക്കണം. എന്നാൽ ശരി, ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഓരോ തക്കാളിയായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്തിനെന്ന് വെച്ചാൽ ഇത്രയും സമയം കൊണ്ട് നമ്മുടെ തക്കാളി നല്ലതുപോലെ വെന്തിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ പുറത്തുള്ള ആ ബാറ്ററിലെല്ലാം ആ തക്കാളിയുടെ ആ ഒരു ഫ്ലേവറും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് സമയമൊന്നും നമ്മളിതുപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഇതുപോലെ മാറുന്നത് വരെ മാത്രം ഒന്ന് ഫ്രൈ ചെയ്താൽ മതിയാവും. നന്നായിട്ട് അതിൻ്റെ കളറെല്ലാം മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഞാൻ പോസ്റ്റ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒന്നും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നമ്മുടെ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ ഞാനിപ്പോൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ നമ്മുടെ തക്കാളി ബജിയെല്ലാം നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് സെർവ് ചെയ്യണം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ തക്കാളിയും ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ തീരെ ചെറിയ പീസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്കിതൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഓരോ തക്കാളി ബജിയും ഓരോ ആൾക്ക് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് സവാളയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മാത്രമേ സവാള ചേർക്കണുള്ളൂ. നമുക്ക് എത്രത്തോളം ഇഷ്ടമുണ്ടോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കുക്കുംബറാണ്. ഇപ്പോൾ നമുക്ക് കുക്കുംബർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് മാത്രം ചേർത്താൽ മതിയാവും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് കുറച്ച് മാങ്ങയാണ്. അധികം പുളിയൊന്നും ഇല്ലാത്ത കുറച്ച് മധുരമുള്ള ചെറുതായിട്ട് പഴുത്തിട്ടുള്ള മാങ്ങ ഇടുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഒരല്പം മാങ്ങ കൂടി ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല കൂടിയാണ്. അപ്പോൾ ഈ ചാറ്റ് മസാലയാണ് നമ്മൾ സാധാരണ സ്ട്രീറ്റ് ഫുഡിലൊക്കെ ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്, ആ ചാറ്റ് മസാലയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചത് കൂടിയാണ്.
കൂടെ തന്നെ നമ്മുടെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരല്പം ഉപ്പും കൂടി. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരല്പം നാരങ്ങ നീര് കൂടിയാണ്. ഒരു പകുതി നാരങ്ങയും ചെറിയൊരു നാരങ്ങയാണ്. ആ നാരങ്ങയുടെ നീര് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാക്സിമം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ ഉപ്പും കുരുമുളക് പൊടിയും ഈ മസാല ഒക്കെ നല്ലതുപോലെ മിക്സ് ആകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചാറ്റ് തക്കാളി റെഡിയായിട്ട് വരികയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം അധികം പുളിയില്ലാത്ത തൈര്, അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടി മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് കുറച്ചിങ്ങനെ ചേർത്ത് കൊടുക്കാം മുകളിലേക്ക്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി. അപ്പോൾ ആ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കലക്കൻ ടേസ്റ്റിലുള്ള തക്കാളി ചാറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പ്രത്യേകിച്ച് വിശേഷിച്ച് ആരെങ്കിലും വിരുന്ന് വരികയാണെന്നുണ്ടെങ്കിലോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബീച്ച് റോഡിലൊക്കെ കിട്ടുന്നത് പോലെ ഒരു ചാറ്റ് മസാല കഴിക്കണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഒരു തവണയെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വായിന്ന് പോവുകയില്ല. നല്ല സൂപ്പറായിട്ടുള്ള ഒന്നാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം ഈ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. നമ്മുടെ ഷമീസ് കിച്ചൻ ഇങ്ങനെ ഒരു ചാനലുണ്ടെന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.